ഇപ്പൊ എത്ര ആളുകളാ സുരാജ് അമ്പലത്തിൽ വന്ന് പറഞ്ഞ് ക്ഷേത്രത്തിന് ഇടിയോടില്ല. എനിക്ക് മനസ്സിലായി ക്ഷേത്രം അത്രയും പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണെന്നൊക്കെ മനസ്സിലായി. എന്തായാലും എനിക്ക് അവിടെ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തായാലും വരട്ടെ, ഉറപ്പായിട്ട് ഞാൻ അവിടെ വരും. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതെ, ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോ എനിക്കറിയാം പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിരിക്കും. അയ്യോ അല്ല, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പണ്ടൊരു ആനയെ നടയിരുത്തിയിരുന്നു, കേശവൻ. ഇന്ന് അവനിപ്പോ ഒരു ഗജരാജനായി. ആ കേശവൻ ഇന്ന് രാവിലെ ഇടഞ്ഞിരിക്കണു. അപ്പൊ ഇനി എന്നെ കൊണ്ടുപോയി നടക്കിരുത്താനാ? അല്ല, കേശവനെ തളക്കണം. അതെ, വെറുതെ ഒരു കാര്യമില്ല. രാവിലെ ഇയാൾ എഴുന്നേറ്റ് കേശവന്റെ മുഖത്തേക്കൊന്ന് നോക്കി, ഇവര് തമ്മിൽ എന്തോ ഒരു സൗന്ദര്യ പ്രശ്നം ഒന്നും ഒറ്റാൻ പറഞ്ഞു ഉടക്കി. അങ്ങനെ സൗന്ദര്യ പ്രശ്നമല്ല, കേശവന് മതവിളകിട്ട് ഓടിയതാണ്. ആണോ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ പിന്നാമ്പുറത്ത് കൂടി ഓടി ഒച്ച കേട്ടപ്പോഴേ. എത്ര വയസ്സായി? ഇപ്പൊ 57 നടപ്പ്. അപ്പൊ 60 മുകളിലോട്ട് എടുത്തോളൂ. ആയിക്കോട്ടെ. 57 നടപ്പുകാരാ. ആന ഓടി നടത്തിട്ട് പുള്ളി നടത്തിയല്ല ചെയ്തത്. ഇവിടെന്ന് വിട്ടിട്ട് 7 അടിയുള്ള അമ്പലത്തിന്റെ ചുറ്റുമതിൽ കൈതൊണാതെ എടുത്ത് ചാടിയത്. കളരിയാണോ? അപ്പോ നമുക്ക് ഈ കേശവനെ ഒന്ന് അങ്ങോട്ട് തളയ്ക്കണം. ദൈവത്തെ ഓർത്ത് എന്നെ അതിന് വിളിക്കരുത്. ഞാൻ ആന പാപ്പാനല്ല, എനിക്ക് തളയ്ക്കൽ അറിയില്ല. വിചാരിച്ചാലേ അവനെ തളയ്ക്കാൻ കഴിയും. ഞാൻ വിചാരിച്ച എനിക്ക് ആനയായിട്ട് അങ്ങനെ ഒരു പരിചയമില്ല. ആന കണ്ടു കഴിഞ്ഞാൽ ഓടുന്ന പാർട്ടിയാണ്. അതെ, പേടിക്കണ്ട. പാപ്പാൻ അയ്യപ്പൻ ഇവിടെയുണ്ട്. അയ്യപ്പൻ കഴിഞ്ഞ ആഴ്ച കേശവന് നെയ്യപ്പം വാങ്ങാനെന്ന് പറഞ്ഞ ഒരു പൊക്ക് പോയതാ, ഇതേവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ പറഞ്ഞു ആ വിദ്വാൻ ഈ പരിപാടി അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കും, ഓഡിയൻസിന്റെ ഇടയിൽ ഇവിടെ ഉണ്ടായിരിക്കും. അല്ല, ഞാൻ വിളിച്ചോളാം. കാര്യം വെച്ചാൽ എനിക്ക് മഞ്ജു റിമേക്ക് വന്നിരിക്കുകയാണ്. അറിയാലോ, റാണി പത്മിനിമാരാണ്. അതല്ലാന്ന്, റാണി പത്മിനി എന്ന് പറയുന്ന ഒരു പടത്തിന്റെ പിന്നെ ആൾക്കാരാണത്. അവരിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ്. ഇപ്പൊ ഉടനെ റിലീസാണ്. എല്ലാരും പോയി കാണണം. അടുത്ത വർഷം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 2 പേരും വന്നം. പരിപാടി അവതരിപ്പിക്കണം. ഇനി സിനിമകൾ കിട്ടണ്ടേ? കാശില്ല, അനുഗ്രഹം മാത്രം. വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാണ്. വിളിച്ചില്ലെങ്കിലോ അവിടെ ഇരിക്കും. കൊടുക്കും. പിന്നെ പാസും വെക്കും. നിങ്ങൾക്ക് കാശ് തരില്ല. അതെ, എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ അവരൊക്കെ ഇങ്ങോട്ട് വരാനുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓഡിയൻസുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അയ്യപ്പനെ വിളിച്ചോണ്ട് ഇവിടുന്ന് അങ്ങ് പൊക്കോളണം കേട്ടോ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്തിനപ്പം കൂടെ വന്നത്? ആന ഇടഞ്ഞിട്ട്. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇടയും. അതിനുള്ള ഇട തരരുത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാപ്പാൻ അയ്യപ്പനെ ഞങ്ങളൊന്ന് തപ്പിക്കോ. ഈ ആനക്ക് സെക്കൻഡ് പാപ്പാനില്ലേ? സെക്കൻഡ് പാപ്പാനുണ്ട്. ആന അടഞ്ഞു എന്നുള്ള സെക്കൻഡിൽ പുള്ളി വിട്ടുപോയി. അപ്പൊ അത്രയും ധൈര്യശാലിയാണ് കൂടെ ഉള്ളത്. അപ്പൊ ഈ ആരാ പാപ്പന്റെ പേരെന്താ? എന്നാ വിളിച്ചോളൂ. അയ്യപ്പോ സാമിയേ സാമിയേ അയ്യപ്പോ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സാമിയെ കാണാൻ. നിങ്ങളിത് ആരെ കാണാൻ അങ്ങോട്ട് വന്നത്? അയ്യപ്പനെ കാണാൻ. പിന്നെ എന്തിനാ ശരണം വിളിച്ചോണ്ടിരിക്കുന്നത്? ശരണം വിളിച്ചല്ല, ഞാൻ അയ്യപ്പനെ വിളിച്ചതല്ലേ. അതൊരു കാര്യമുണ്ട്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ. എനിക്ക് വേറൊരു അസുഖമുണ്ട്. ഈ അയ്യപ്പ ഇങ്ങനെ വന്നാൽ എനിക്ക് സാമി എന്ന് വരും. ആ ട്യൂൺ കറക്റ്റ് ആക്കി വിളിക്കരുത്. ആ ട്യൂൺ എനിക്കൊരു വിഷയമുണ്ട്, ചെറുതിലെ പോലെ ഉണ്ട്. അങ്ങനെ വിളിക്കില്ല. അയ്യപ്പാ സാമി അങ്ങനെ വിളിക്കല്ലേ എന്ന്. അയ്യപ്പ അങ്ങനെ വിളിക്ക് കേട്ടാ. വിളിച്ചോളാം. അയ്യപ്പോ സാമി എടോ താൻ പോയില്ലേ? അങ്ങനെ വിളിക്കല്ലേ. എനിക്കത് അസുഖമുള്ളതാണെന്ന്. ആ ട്യൂണിങ് ഒപ്പിച്ച് വിളിക്കരുത്. അയ്യപ്പോ സാമി അങ്ങനെ വിളിക്കല്ലേ. എടോ താൻ പോടോ. അയാളെ പോയിട്ട് വിളിക്കാം. അല്ല, എനിക്കത് എന്തോ പോലെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്നത്. അയ്യപ്പാ സാമി ഞാൻ പറഞ്ഞ അങ്ങനെ വിളിക്കല്ലേ.